മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ. മട്ടന്നൂർ കാരപേരാവൂർ തെളുപ്പിൽ പഴശ്ശി പദ്ധതിയുടെ കനാൽ തകർന്നു. നിരവധി വീടുകളിൽ വെള്ളം കയറി വൻ നാശനഷ്ടം. വെള്ളിയാഴ്ച അർദ്ധരാത്രിയോടെയായിരുന്നു സംഭവം. മട്ടന്നൂർ കുഞ്ഞിപ്പള്ളി വളയാൽ റോഡിൽ തെളുപ്പിലാണ് കനാൽ തകർന്ന വീടുകളിലേക്ക് വെള്ളം കുത്തിയൊഴുകിയത്. 10ഓളം വീട്ടുകാരെ മാറ്റി താമസിപ്പിച്ചു. 5 വീടുകളും വാഹനങ്ങളും വെള്ളത്തിൽ മുങ്ങി. കനാൽ പരിസരത്തെ സി ഉത്തമൻ, സി മധു, സി പ്രശാന്തൻ, സി കാഞ്ചന, കെ ഗാദർ എന്നിവരുടെ വീടുകളിലാണ് വെള്ളം കയറിയത്. വീടുകൾ മുഴുവനായും വെള്ളത്തിൽ മുങ്ങിയ നിലയിലാണ്. വിവരമറിഞ്ഞ് മട്ടന്നൂരിൽ നിന്ന് അഗ്നിശമന വിഭാഗം, കിഴല്ലൂർ പഞ്ചായത്ത് അധികൃതർ, നാട്ടുകാർ, പോലീസ്, വില്ലേജ് അധികൃതർ തുടങ്ങിയവർ സ്ഥലത്തെത്തി വീട്ടുകാരെ മാറ്റി താമസിപ്പിച്ചു. ഉത്തമന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാറും ഓട്ടോറിക്ഷയും വെള്ളത്തിൽ മുങ്ങി. വെള്ളം കുത്തിയൊഴുകിയെത്തിയതിനാൽ വീടുകളിലെ വീട്ടുപകരണങ്ങൾ മാറ്റാൻ കഴിയാത്തതിനാൽ എല്ലാം നശിച്ചു. ഖാദറിന്റെ വീടിന്റെ ചുറ്റുമതിൽ തകർന്നതിനാൽ കല്ലും മണ്ണും വെള്ളവുമടക്കം വീടിനുള്ളിലും മുറ്റത്തും കെട്ടിക്കിടക്കുകയാണ്. ജനവാസ കേന്ദ്രത്തിലേക്ക് വെള്ളം കുത്തിയൊഴുകിയതിനാലാണ് വൻ നാശനഷ്ടമുണ്ടായത്. കെ അബ്ദുൾ റഹ്മാന്റെ വീട്ടുമതിലും തകർന്നു. കനാലിന്റെ ഒരു ഭാഗമാണ് തകർന്നത്. വെള്ളം കലുങ്കിലൂടെയും മറ്റും കുത്തിയൊഴുകിയതോടെയാണ് വീടുകളിലേക്ക് വെള്ളം കയറിയത്. മട്ടന്നൂർ കുഞ്ഞിപ്പള്ളി വളയാൽ റോഡിന്റെ ഒരു ഭാഗം തകർന്നതിനാൽ ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. വെള്ളം ഒഴുകി കൃഷിയിടങ്ങളും നശിച്ചു. വൻ ശബ്ദത്തോടെയാണ് കനാൽ തകർന്നത്. തെളുപ്പ് പഴശ്ശി കനാൽ ഇടിഞ്ഞ പ്രദേശം VK സനോജ് MLA സന്ദർശിച്ചു. പഴശ്ശി കനാൽ ശാസ്ത്രീയമായ പഠനം നടത്തി ബലക്ഷയം സർക്കാർ പരിശോധിക്കണമെന്ന് VK സനോജ് MLA പറഞ്ഞു. കനാൽ തകർന്ന് നാശനഷ്ടമുണ്ടായ സ്ഥലം സന്ദർശിച്ച മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2018 ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അന്ന് 5 കോടി ചെലവിട്ടാണ് റീബിൽഡ് കേരള പദ്ധതിയുടെ ഭാഗമായിട്ട് ടണൽ പുനഃസ്ഥാപിച്ച് ഈ പ്രശ്നം പരിഹരിച്ചത്. അപ്പൊ ഇത് ഗൗരവമായി എടുക്കേണ്ടതാണ്. അപ്പൊ ഗവൺമെന്റ് ഈ പശ്ചാത്തലത്തിൽ ഇത് സംബന്ധിച്ച് ഒരു കൃത്യമായിട്ടുള്ള ഒരു പഠനം നടത്തിയിട്ട് ഈ ബലക്ഷയമുള്ള പഴയ ടണലുകൾ ഇതെല്ലാം പുനഃസ്ഥാപിച്ച് വെള്ളത്തിന്റെ ഒഴുക്ക് അതിന്റെയൊക്കെ ദിശ മാറിയിട്ടുണ്ട്. നേരത്തെയുള്ള ഭൂമിയുടെ ഘടനയല്ല. അപ്പൊ ഭൂമിയുടെ ഘടനയിലൊക്കെ വലിയ മാറ്റം വന്നിട്ടുണ്ട്. ചിലപ്പോ ആ ഭാഗത്തുള്ള വെള്ളം ഇങ്ങോട്ട് ഒഴുകാനാണ് നേരത്തെയുള്ള ടണൽ. ഇപ്പൊ ഈ കനാലിൽ നിന്ന് അങ്ങോട്ട് കൂടി വെള്ളം ഒഴുകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. കനാല് മണ്ണും ചെളിയും കൊണ്ട് ഉയർന്നിട്ടുണ്ട്, അങ്ങോട്ട് താഴ്ന്നു പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ശാസ്ത്രീയമായിട്ടൊരു പഠനം നടത്തിയിട്ട് ഈ ഭാഗം ശ്രദ്ധിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ വലിയ അപകടത്തിലേക്ക് ഇനിയും പോകും. ജനപ്രതിനിധികളായ N ഷാജിദ്, C സജീവൻ എന്നിവരും MLA യുടെ ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ.